ഇപ്പോൾ AKG സെന്ററിന് മുന്നിൽ നിന്നുള്ള ഈ നിരത്തിലേക്ക് ജനങ്ങൾ ഇപ്പോഴും ഒഴുകി എത്തുന്ന കാഴ്ച. രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ എന്നുകൂടിയാണ് ഉറ്റുനോക്കേണ്ടത്. അദ്ദേഹത്തിന്റെ VS-ന്റെ വസതിക്ക് മുന്നിൽ നിന്ന് BV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഇപ്പോഴും പുറത്തേക്ക് എടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മുദ്രാവാക്യം വിളി ഇത്രയും മണിക്കൂറായിട്ടും അവസാനിച്ചിട്ട് പോലുമില്ല. വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആ തീരുമാനത്തിലേക്ക് മാറ്റം ഉണ്ടാകുമോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അപർണ, അത്ഭുതകരമെന്ന് പറയണം. 6 വർഷം മുമ്പ് വരെ മാത്രം സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്ന ഒരു നേതാവ് 6 വർഷമായി VS നിശബ്ദനായിരുന്നു. VS എന്ന പോരാളി അക്ഷരാർത്ഥത്തിൽ നിശബ്ദനാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അങ്ങനെയുള്ള നേതാവിന് വേണ്ടിയാണ് ഇങ്ങനെ ജനക്കൂട്ടം ആർത്തിരമ്പുന്നത്. VS ഒരുപക്ഷെ ഈ കഴിഞ്ഞ ഒരു 6 വർഷത്തിനിടയിൽ പുതുതായി രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന യുവാക്കൾക്കൊക്കെ ആ രീതിയിൽ VS എത്രത്തോളം പരിചിതമെന്ന കാര്യം സംശയമുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് അവിടെ കണ്ടത് തികച്ചും യുവാക്കളായ 16-18 വയസ്സുള്ള കൗമാരത്തിൽ നിന്ന് യുവതിയെ കടക്കുന്ന കുട്ടികൾ പോലും വലിയ ആവേശത്തോടുകൂടി VS നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കണ്ണേ കേരളെ VS, നമ്മൾ പണ്ട് പലപ്പോഴും കേട്ടിട്ടുള്ളത് കണ്ണേ കേരളെ എന്ന മലയാളി വിളിക്കുന്നെങ്കിൽ അത് VS, കണ്ണേ കേരളയുടെ അടുത്ത വാക്ക് VS എന്ന് തന്നെയാണ്. അപ്പുറത്തേക്ക് കേട്ട ശീലം മലയാളിക്കില്ല. പിന്നീട് ഉമ്മൻചാണ്ടിയുടെയൊക്കെ അവസാന കാലത്ത് അത്ര മുദ്രാവാക്യം വന്നെങ്കിൽ ഇപ്പോൾ ഞാനുള്ളത് വേലിക്കകത്ത് വീട് എന്ന VS അച്യുതാനന്ദന്റെ തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷനുള്ള വീടിന് മുന്നിലാണ്. കഴിഞ്ഞ ഈ ജീവിതാവസാന ഘട്ടങ്ങളിൽ VS ഏറെക്കാലം ചെലവഴിച്ച വീട് കൂടിയാണത്. അദ്ദേഹം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നറിയപ്പെടുന്നുവെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന ശേഷം ഇവിടെയാണ് താമസിച്ചത്. അദ്ദേഹത്തിന്റെ ആ വീട്ടുപേര് ഇവിടേക്കും അദ്ദേഹം ഈ വേലിക്കകത്ത് വീട് അദ്ദേഹം ജനിച്ച വീടല്ല, ബന്ധലത്തറ ശങ്കരൻ അച്യുതാനന്ദനാണ്. പക്ഷേ അദ്ദേഹം ആ വീട് വാങ്ങിയ ശേഷമാണ് വേലിക്കകത്ത് അച്യുതാനന്ദൻ എന്ന പേരിൽ, ശങ്കരൻ അച്യുതാനന്ദൻ VS എന്ന പേരിലേക്ക്, ചുരുക്കപ്പേരിലേക്ക് മാറിയത് തന്നെ. ഏതായാലും ഈ വീടും VS-മായി കഴിഞ്ഞ ഒരു 6 വർഷത്തേറെ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ V അരുൺകുമാറിന്റെ വസതിയാണിത്. ഇവിടെയാണ് VS ഈ അവസാന കാലത്ത് തന്റെ വാർദ്ധക്യത്തിൽ അസുഖബാധിത സമയത്തൊക്കെ താമസിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് AKG സെന്ററിന് മുന്നിൽ അസാധാരണമായ ഒരു പുരുഷാരം തന്നെ കൂടിയിട്ടുണ്ട്. ഈ 10 മണിയോടുകൂടി ഇവിടെ കൊണ്ടുവരാമെന്നൊരു ധാരണയായിരുന്നു CPM നേതൃത്വത്തിന്. പക്ഷേ ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ഒരുപക്ഷെ 12 1 മണിയോ വരെയെങ്കിലും ആയി പോകും. അത്ര സമയത്തെങ്കിലും അവിടെ പൊതുദർശനം വേണ്ടിവരുമെന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. CPM നേതാക്കളെ ബന്ധപ്പെടുമ്പോൾ എത്ര മണിക്ക് വരെ ആളുണ്ടാകുമോ അത്രയും സമയം അവിടെ പൊതുദർശനം ഉണ്ടാകും. കാരണം VS-നെ കാണാൻ VS നേതാവ് ഈ 6 വർഷം നിശബ്ദനാണെങ്കിൽ പോലും VS എന്ന നേതാവ് ഈ 8 പതിറ്റാണ്ടോളം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ ആശയം, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ കേരളീയ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ്. ആ നേതാവിനെ അവസാനം കാണാനായി VS നേതാവിനെ അടുത്ത് അറിഞ്ഞിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തെ വായിച്ചറിഞ്ഞിട്ടും മാധ്യമങ്ങളിലൂടെ കണ്ടുപരിചയിച്ചുമുള്ള ആളുകൾ, അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ കേട്ട് മാത്രം അറിവുള്ള ആളുകൾ, അങ്ങനെ നിരവധി പേർ, ആയിരങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഒരുപക്ഷെ CPM-ന്റെ നേതാക്കളൊക്കെ വിചാരിച്ച അപ്പുറത്തേക്കുള്ളൊരു ജനത്തിരക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. വലിയ ജനക്കൂട്ടം ഇപ്പോഴും AK സെന്ററിലേക്ക് കടന്നു കയറാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ജനക്കൂട്ടമുണ്ട്. 3:30 മണിയോടുകൂടിയാണ് VS-ന്റെ മരണം സംഭവിക്കുന്നത്. പിന്നീട് അത് CPM സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്ന ശേഷം അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. അവിടെ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒരു കാലത്ത് VS-ന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി, പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉൾപാർട്ടി സമരങ്ങളിൽ VS-ന്റെ രാഷ്ട്രീയ എതിരാളി, പക്ഷേ ആ സഖാക്കൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും. ഇന്ന് അദ്ദേഹം തീരെ അവശനാണ്, അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിൽ കടന്നു പോകുന്ന അറിഞ്ഞപ്പോൾ മുതൽ VS-നെ കാണാൻ അവിടെ എത്തിയിരുന്നു പിണറായി വിജയൻ. പിന്നീട് അതിന്റെ മൃതദേഹം അവിടെ നിന്ന് ഇറക്കുന്നതുവരെ പിണറായി അവിടെ തുടർന്നു. AK സെന്ററിലും മണിക്കൂറുകൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോയത്. നാളെയും VS-ന്റെ പൊതുദർശനത്തിന് രാവിലെ 9 മണി വരെ, ഏതാണ്ട് 8:30 മണി വരെ ഈ വീട്ടിൽ തന്നെയാകും VS-ന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. അവിടെ നിന്ന് ദർബാർ ഹാളിലേക്ക് കൊണ്ടുപോകും. പ്രതിപക്ഷ നേതാവായും അതുപോലെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ VS-ന് നിരവധി പ്രസംഗങ്ങൾക്ക് സാക്ഷിയായ, നിരവധി ഇടപെടലുകൾക്ക് വേദിയായ ദർബാർ ഹാളിലേക്ക് നാളെ 9 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകും. ഇവിടെയും വലിയൊരു ജനക്കൂട്ടം സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം VS-നെ അത്ര പെട്ടെന്നും അങ്ങനെ മറക്കാൻ കഴിയുന്ന നല്ല മലയാളികൾക്ക് ഈ വീടിന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം, ഏതാണ്ട് 2 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ 100ാം പിറന്നാൾ ആഘോഷവേളയിൽ അന്നും ഈ VS-നെ സ്വാഭാവികമായും
വി എസ് അന്നും നിശബ്ദനായിരുന്നു. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വിശ്രമത്തിലായിരുന്നു. പക്ഷേ അന്ന് ഇവിടെ ഉണ്ടായ ഒരു ജനക്കൂട്ടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വി എസിന്റെ 100ാം പിറന്നാളെന്നറിഞ്ഞ് ആളുകൾ അക്ഷരാർത്ഥത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ, അദ്ദേഹത്തിന്റെ ആരാധകർ, അദ്ദേഹത്തിന്റെ അനുയായികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അത്രയ്ക്കധികം ജനമനസ്സിൽ വേരുറപ്പിച്ച നേതാവാണ് വി എസ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഓരോ പ്രസംഗവും സാധാരണക്കാർക്ക് വേണ്ടി ആ രീതിയിൽ പടപൊരുതിയ നേതാവാണ് വി എസ്. വി എസ് ഇക്കാലവും അല്പം സമയം മുമ്പ് ദീർഘനാൾ അദ്ദേഹത്തോടൊപ്പം സഹപ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുമൊക്കെ അംഗമായ പി കെ ഗുരുദാസ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് വി എസ് അക്ഷരാർത്ഥത്തിൽ പോരാളിയാണ്. ആ പോരാട്ടം അദ്ദേഹം പാർട്ടിക്കകത്തും പുറത്തും ആ പോരാട്ടം നടത്തി. ഉൾപാർട്ടി സമരങ്ങൾ എപ്പോഴും പാർട്ടി ശരിയായ ദിശയിൽ നയിക്കാനായി വി എസ് നടത്തിയ പോരാട്ടങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി, നിസ്സർക്ക് വേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹം പുറത്തും നടത്തി. അങ്ങനെ പോരാളികളുടെ പോരാളി എന്നാണ് വി എസിനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. പാവങ്ങളുടെ പടത്തലവനെന്ന് എ കെ ജി വിശേഷിപ്പിച്ചുവെങ്കിൽ പോരാളികളുടെ പോരാളി എന്നും പാവങ്ങളുടെ അത്താണി എന്നുമൊക്കെ ജനങ്ങൾ വി എസിനെ വിശേഷിപ്പിച്ചു. വി എസ് ഒരു കാര്യം തെറ്റ് കണ്ടാൽ, വി എസ് ഇടപെട്ടാൽ അതിലൊരു മറുപടി ഉണ്ടാകും, അതിലൊരു കൃത്യമായ ഫലമുണ്ടാകുമെന്ന് ജനങ്ങൾ വിശ്വസിച്ച കാലമുണ്ടായിരുന്നു. ആ രീതിയിൽ വി എസ് അച്യുതാനന്ദൻ ജനങ്ങളെ അത്രയധികം സ്വാധീനിച്ച നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഒരു 6 വർഷത്തെ നിശബ്ദത, അതിനുശേഷമുള്ള ഈ ഒരു മാസത്തോളം അടുത്ത ആശുപത്രിവാസം, പക്ഷെ അതുകൊണ്ടൊന്നും വി എസിനെ മറക്കാൻ ജനം തയ്യാറല്ല. ഇനിയും ആളുകൾ ഒഴുകിയെത്തും. അത് നമ്മൾ ഇവിടെ മാത്രമല്ല, നമ്മൾ ഈ ഒരുപക്ഷെ ഈ യാത്ര, അദ്ദേഹത്തിന്റെ വിലാപയാത്ര നാളെ 2 മണിക്ക് ആരംഭിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു പദ്ധതി അനുസരിച്ച് 2 മണിക്ക് ആരംഭിക്കണമെന്നും, പക്ഷേ എത്രത്തോളം സാധ്യമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. CPMന്റെ ജില്ലാ നേതൃത്വം പുറത്തിറക്കിയ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് 2 മണിക്ക് അദ്ദേഹത്തിന്റെ വിലാപയാത്ര ആരംഭിക്കും. ആ വിലാപയാത്ര ദേശീയപാത വഴിയാണ് മുന്നോട്ട് പോവുക. പാളയത്തും PMGയും പ്ലാമൂടും പട്ടവും കേശവദാസപുരം, ഉള്ളൂരും കോങ്ങമൂടും ഒക്കെ പിന്നിട്ട് അത് പാങ്ങപ്പാറ വഴി കാര്യവട്ടത്തേക്കും കഴക്കൂട്ടത്തേക്കും കടക്കും. അവിടെ നിന്ന് ഈ കടമ്പാട്ടുകോണം ജില്ലാ അതിർത്തി വരെയുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ CPMന്റെ ജില്ലാ നേതൃത്വം ഇറക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ദർബാർ ഹാളിൽ വിലാപയാത്ര ആരംഭിക്കാനാണ് ഇപ്പോൾ CPM ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോൾ AK സെന്ററിലെ ഈ പൊതുദർശനം തന്നെ 10 മണിയോടുകൂടിയെങ്കിലും അവസാനിപ്പിക്കാൻ CPM ആലോചിച്ചു. പക്ഷേ ഈ പോക്കാണെങ്കിൽ അത് ആ സമയത്തുണ്ടാകില്ല. ഒരുപക്ഷെ 12 മണിയോ 1 മണിയോ ഒക്കെ കഴിഞ്ഞും അവിടെ ആൾത്തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ആൾത്തിരക്കുണ്ടായാൽ സ്വാഭാവികമായും അവസാനത്തെ ആളും കണ്ട ശേഷം മാത്രമേ വി എസിന്റെ മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരികയുള്ളൂ. വീട്ടിനുള്ളിൽ ആളുകൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. അത് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമായുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾക്കും അകത്തേക്ക് പ്രവേശനം, അടുത്ത കുടുംബാംഗങ്ങളും പാർട്ടിയുടെ ഉന്നത നേതാക്കളും മാത്രമേ ഇവിടേക്ക് വരാൻ സാധ്യതയുള്ളൂ. നേരത്തെ പി കെ ഗുരുദാസൻ വന്ന് വി എസിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു. നമുക്കറിയാം വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ AK സെന്റർ എന്ന പാർട്ടി ആസ്ഥാനത്തിന് വലിയ പങ്കുണ്ട്. പാർട്ടി സെക്രട്ടറിയായും അതുപോലെ തന്നെ മുന്നണി കൺവീനറായും ഒക്കെ വി എസ് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച കാലഘട്ടം. CPMന്റെ ചരിത്രത്തോളം, കേരളത്തിന്റെ പുതിയ കേരളത്തിന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട് വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും. അദ്ദേഹം ആദ്യ EMS അധികാരത്തിൽ വരുമ്പോൾ ആലപ്പുഴയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ. അന്ന് പുന്നപ്രവേല രക്തസാക്ഷി സ്മാരകത്തിൽ ആദ്യ മന്ത്രിസഭാ അംഗങ്ങൾ ഒന്നിച്ച് രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തുമ്പോൾ ആ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ, കേരളം കണ്ട ആദ്യ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് റൊസമ്മ പുന്നൂസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നയിച്ചയാളാണ് വി എസ് അച്യുതാനന്ദൻ. അവിടെ ഇടതു സ്ഥാനാർത്ഥി വിജയിപ്പിച്ച നേതാവാണ് വി എസ് അച്യുതാനന്ദൻ. അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ CPMന്റെ രാഷ്ട്രീയ വളർച്ചയിലെ, സംസ്ഥാനത്തെ ഇടതുമുന്നണി രാഷ്ട്രീയത്തിന്റെ മുന്നോട്ട് പോക്കിലെ ഏറ്റവും നിർണായകമായ ചാലകശക്തി. നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി നടേശന്റെ ഒരു രാഷ്ട്രീയ പ്രസ്താവന വലിയ വിവാദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മാറിയിരുന്നു. മലപ്പുറം ജില്ല സംബന്ധിച്ച് കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അത്തരത്തിൽ വിവാദ പ്രസ്താവന നടത്തുകയും SNDP യോഗത്തിന്റെ നിശബ്ദ പിന്തുണയോടുകൂടി BDJS എന്ന രാഷ്ട്രീയ കക്ഷി BJP രൂപീകരിക്കുകയും ചെയ്തു. അന്ന് CPM അക്ഷരാർത്ഥം ഞെട്ടിപ്പോയൊരു സമയമായിരുന്നു. CPMന്റെ രാഷ്ട്രീയ അടിത്തറ, വോട്ട് ബാങ്കിന്റെ അടിത്തറ തന്നെ ഈഴവ സമുദായം
സമുദായമാണ്. ആ സമുദായം ഒന്നടങ്കം BJP-യിലേക്ക് പോകുമോ എന്ന ആശങ്ക, അങ്ങനെയെങ്കിൽ ഇടതുമുന്നണി വോട്ട് ബാങ്ക്, അടിസ്ഥാന വോട്ടുകൾ ബാങ്ക് പൂർണ്ണമായും തകരുമെന്ന ആശങ്ക. അവിടെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആശയക്കുഴപ്പത്തിലാകുമ്പോൾ അവിടെ CPM രക്ഷയ്ക്കിറങ്ങിയത് VS അച്യുതാനന്ദൻ എന്ന നേതാവായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെതിരെ മൈക്രോ ഫിനാൻസ് ആരോപണം ഉയർത്തി ശക്തമായ വിമർശനവുമായി VS മുന്നോട്ട് പോകുമ്പോൾ ഹെലികോപ്റ്ററിൽ പറന്നു നടന്ന് വർഗീയ വിഷം ചീറ്റുന്നയാളെന്ന് വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിക്കുമ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ കടന്നാക്രമണം നടത്തി ഈഴവ സമുദായത്തിലെ CPM-ൽ നിന്ന് അകന്നു പോകാവുന്ന വോട്ടുകളെ പിടിച്ചു നിർത്തിയ VS-ന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അന്ന് കേരളം വലിയ അത്ഭുതത്തോടുകൂടിയാണ് കണ്ടുനിന്നത്. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ അന്ന് ആ സർക്കാർ, ഇടതു സർക്കാർ അധികാരത്തിൽ എത്തുകയായിരുന്നു. അവിടെ നിന്നും ഈ ആർക്കാണോ ഒരുപക്ഷെ VS അച്യുതാനന്ദൻ ഏറ്റവും വിശേഷിപ്പിക്കാവുന്നൊരു വാക്ക് അപ്രിയ സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്ന നേതാവായിരുന്നു VS. അത് ആർക്കെതിരെയും അദ്ദേഹം പറയും. തൻ്റെ പ്രസ്ഥാനത്തിന്, തൻ്റെ രാഷ്ട്രീയത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, തൻ്റെ പാർട്ടിക്കിടെ മുന്നോട്ട് പോക്കിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാനുള്ള ഒരു ആർജവം കാട്ടിയ നേതാവ്. അത്തരത്തിലുള്ള അപൂർവം നേതാക്കളുടെ ഒരു നിരയുടെ അവസാനമായി കൂടി ഒരുപക്ഷെ VS-ന്റെ വിയോഗത്തെ കാണാം. അക്ഷരാർത്ഥത്തിൽ പലപ്പോഴും യുഗാന്ത്യം എന്നൊക്കെ നമ്മൾ പല മരണങ്ങളെയും വിശേഷിപ്പിക്കും. ഒരു നൂറ്റാണ്ട് കണ്ട നേതാവ്, ഒരു നൂറ്റാണ്ടിലെ കേരളത്തിന്റെ വളർച്ച താഴ്ചകൾ കണ്ട നേതാവ്, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിന്റെ തുടക്കം മുതൽ അദ്ദേഹം നയിച്ച നേതാവ്. അത്തരത്തിൽ VS അച്യുതാനന്ദൻ സമാനതകളില്ലാത്ത നേതാവ് തന്നെയാണ്, സമാനതകളില്ലാത്ത പോരാളി തന്നെയാണ്. കണ്ണേ കരളയെന്ന് ഇപ്പോൾ 16-18 വയസ്സുള്ള കുട്ടികൾ പോലും VS-ന് വേണ്ടി ഇരമ്പുന്നുണ്ടെങ്കിൽ, അവരുടെ തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം കേരളീയ ജനതയുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ നേതാവാണ്. ആ ശബ്ദവും VS എന്ന രണ്ടക്ഷരവും അത് കാലങ്ങളോളം അമരത്വം നേടിയ രണ്ട് വാക്കുകളാണ്, ഒരു പദമാണ് VS എന്നുള്ളത്. ആ രണ്ടക്ഷരങ്ങൾ ഒരുകാലത്തും കേരളീയ രാഷ്ട്രീയം മറക്കാൻ പോകുന്നില്ല. VS-നെ അടുത്തറിഞ്ഞവരും VS-നെ കേട്ടറിഞ്ഞവരും VS-നെ വായിച്ചറിഞ്ഞവരുമായ വലിയൊരു തലമുറ ഇപ്പോഴുമുണ്ട്. അവർ ഇപ്പോഴും VS-നെ ആ രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഇന്ന് ഈ SUT ആശുപത്രി മുതൽ ഇപ്പോൾ AK സെന്റർ വരെ കാണുന്ന, ഒരുപക്ഷെ നാളെ ദർബാർ ഹാളിലും അതിനുശേഷം ഈ വിലാപയാത്ര കടന്നു പോകുന്ന ദേശീയപാതയുടെ വഴിയോരങ്ങളിലും നമ്മൾ കാണാൻ പോകുന്നത് VS എത്രത്തോളം ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയെന്നതിന്റെ തെളിവ് തന്നെയാകും. അദ്ദേഹത്തെ പാർട്ടി നേതാക്കൾ, ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ സമരം നടത്തിയ ആൾ കൂടിയാണ്. ആ പാർട്ടിക്കകത്തായാലും പുറത്തായാലും പോരാട്ടമാണ് VS-ന്റെ ശീലം. അവസാനം രോഗാവസ്ഥയോടുകൂടി അങ്ങനെ ഒരു പോരാട്ടം VS നടത്തി. 102 വയസ്സിലേക്ക് കടക്കുന്ന ഒരു വൃദ്ധൻ എങ്ങനെയാണ് ഇത്രയധികം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ഹൃദയാഘാതം ഉണ്ടാകുന്നു, 1.5 മണിക്കൂറിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ CPR നൽകുന്നു, അതിനുശേഷം ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നൽകുന്നു. അവിടെ നിന്ന് പോലും VS തിരിച്ചു വന്നേക്കുമെന്ന സൂചനകൾ പലപ്പോഴും ഉയർന്നു വന്നതാണ്. അങ്ങനെ ജീവിതം തുടക്കം മുതൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിലുമൊക്കെ പറയുന്നത് പോലെ, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം ഒരിക്കലും പറയുന്നത് പോലെ, കുട്ടിക്കാലം മുതൽ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട ആ ബാല്യം മുതൽ പോരാട്ടം തുടങ്ങിയതാണ് VS. സ്കൂൾ പഠനകാലത്ത് അദ്ദേഹം ആ രീതിയിൽ തനിക്കെതിരെ വന്ന, അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയത്തിനെതിരെ വന്ന ആളുകളെ നേരിട്ട് കൊണ്ട് തുടങ്ങിയതാണ്. ജന്മിമാർക്കെതിരെയും അതുപോലെ തന്നെ ആ സമയത്തെ വലിയ മുതലാളിമാർക്കെതിരെയുമൊക്കെ നേരിട്ട് നേർക്കുനേർ നിന്ന് പോരാടി വളർന്ന ജീവിതമാണ് അത്. ഈ മരണം വരെയും VS ആ പോരാട്ടം തുടരുകയായിരുന്നു. ഈ രോഗത്തോടുള്ള പോരാട്ടം കൂടി അവസാനിപ്പിച്ചാണ് ഇന്ന് വൈകുന്നേരം 3:00 കേരളം കണ്ട എക്കാലത്തെയും ജനകീയനായ നേതാവ്, കേരളം കണ്ട എക്കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രി, പാവങ്ങൾ എന്തും വിശ്വസിച്ച് VS-ൽ അർപ്പിക്കുന്ന ജനങ്ങളുണ്ട്. VS ഇടപെട്ടാൽ കാര്യങ്ങൾ ശരിയാകുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അങ്ങനെ പാവങ്ങളുടെ പടയാളിയായി, പോരാളി എന്ന നേതാവാണ് ഇന്ന് വൈകിട്ട് 3:30 വിട വാങ്ങിയിരിക്കുന്നത്. എത്ര കാലം കഴിഞ്ഞാലും പരിഹരിക്കാനാകാത്ത നഷ്ടമായി VS അച്യുതാനന്ദൻ നേതാവിന്റെ ഈ നിര്യാണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.